അതത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ 1000 വ്യൂസ് അടിച്ചേക്കുന്നു. Mañana puedo perder, debo ir a buscar. Chao, adiós. മതിയായില്ലേ? അല്ലെങ്കിൽ ഇന്ത്യക്ക് വീഡിയോ ആര് കാണാനാണ്? 5 കാണണ്ടോ നമ്മുടെ വീഡിയോ? ഞാൻ പോകും. പോയി ശരി, നീ ഇവിടെ ഉണ്ടായിരുന്നു. നല്ല പണി കൊടുക്കണം. ശരിക്കും കൊടുക്കണം. ഞാൻ വേണമെങ്കിൽ നിങ്ങളെ പ്രാങ്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാ. ഇപ്പൊ സംസാരിച്ചില്ലേ? സംസാരിച്ച്. എനിക്ക് സംസാരിക്കാനൊക്കെ പണ്ടേ പറ്റുമായിരുന്നു. പിന്നെ രസം ഉണ്ടായില്ല. ഇപ്പൊ രസം വന്നു. നിനക്ക് ഇത്ര സംസാരിക്കാൻ പറ്റിയിട്ടാണ് സംസാരിക്കാത്ത? അതൊക്കെ വിട്. ഈ പ്രശ്നക്കാരിയാണോ? പ്രശ്നമാണോ? ഫ്ലാഷ് ബാക്ക്. ഓർമ്മണ്ട സേറ സ്റ്റെപ്പിങ് തലയും കുട്ടി വീണ? എനിക്ക് ഓർമ്മയില്ല. ഇത്ര പ്രശ്നമായിരുന്ന നമുക്കൊരു പ്രാങ്ക് ചെയ്താലോ? എന്ത് പ്രാങ്ക്? ഇതൊക്കെയുണ്ട്. നിങ്ങൾ വെറുതെ കൂടെ വന്നാ മതി. എന്നാലും നമ്മുടെ പൂച്ച സംസാരിക്കോ? ഞാനിപ്പോൾ അറിയാം. എന്നാലും ഉള്ള പ്ലാൻ എന്തായിരിക്കും? നമുക്കതിനനുസരിച്ച് നിൽക്കാം. അതത്ര നല്ല പ്രാങ്ക് ഒന്നും ആയിരുന്നില്ല. എന്നാലും നമ്മുടെ പൂച്ച പ്രാങ്ക് ചെയ്തിട്ടുണ്ടാവോ? നമ്മുടെ പൂച്ച സംസാരിക്കണേ. പോയി നോക്കാം. പോയി നോക്കാം. ഇനി ദീദി പറയണ കള്ളോണെങ്കിൽ കൂടണ്ട. ലുലു 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 ലുലു. ദീദി ഇപ്പോഴൊരു കള്ളം പറയാനൊന്നും ഓർത്തില്ല. കള്ളല്ല പറയണ സാറേ, ഇത് സത്യമാണ് സാർ, ഒന്ന് വിശ്വസിക്കേ. കളവാണ്. എടാ ഞാൻ കളവല്ലട പറയണ. വാല് നമുക്ക് പോവാം.
നമ്മള് പൂച്ച നല്ല പണിയാൻ കൊടുത്ത് അങ്ങനെ തന്നെ അങ്ങനെ തന്നെ വേണം. സാറാ ഞങ്ങളെ പ്രാങ്ക് വെച്ച് അത് ഇപ്പം മിണ്ടനേ ഇല്ല. അന്ന് നമുക്ക് പോയി നോക്കിയാൽ അത് ഇത് ജമ്മിരിക്കണ എനിക്ക് കാണണം. നമുക്ക് പോയി നോക്കാം. ലുലു, നിന്റെ പ്രാങ്ക് പൊളിച്ച്. എന്റെ പ്രാങ്ക് ഒക്കെ പൊളിച്ച്. ഇതെപ്പോ നിർത്തണം എന്ന് പറഞ്ഞാൽ മതി. നമുക്കിപ്പോ നിർത്തിയാലോ പ്രാങ്ക്? ദീദിക്ക് ഒരുപാട് പ്രൊഫഷണൽ ആയിട്ടുണ്ടെന്ന് തോന്നാണ്. അത്രയും ചെയ്തിട്ട് നമുക്ക് കുറച്ച് പണി കൊടുക്കണം. നിങ്ങപ്പോ നിർത്താൻ പറയണം, അപ്പനായി നിർത്തും. എടാ സത്യമായിട്ടും ആ പൂച്ച സംസാരിച്ച് ആ പൂച്ച സംസാരിക്കാൻ. എന്തൊക്കെ ഉണ്ടാ വിശേഷം? നീ ഇപ്പൊ എന്താ പറഞ്ഞ? എന്തൊക്കെ ഉണ്ടാ വിശേഷം? അല്ലോ സേറാ, വാ. എന്തു മതി? നിങ്ങൾ രണ്ടാളും പൊട്ടനും പൊട്ടിയുമാണ്. ഞാൻ ഹാളിൽ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ ഈ പ്രാങ്ക് ചർച്ച ചെയ്യണത്. എനിക്ക് ഈ പൂച്ച സംസാരിക്കുമെന്ന് നേരത്തെ അറിയാം. സോറി, അതങ്ങനെ ആയിപ്പോയി. ഇന്ന് ഞാനും അവളും കൂടെ ചേർന്നുള്ള ഒരു പ്രാങ്ക് ആയിരുന്നു അല്ലല്ലോ. നിങ്ങൾ വന്ന് പറയണതിന് മുമ്പേ ആസി ഈ കാര്യം വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി.